ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഒന്ന് എയറിൽ പാറി പറന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ദാസേട്ടൻ കൊല്ലം അല്ല, ദാസേട്ടൻ കോഴിക്കോട് എന്നറിയപ്പെടുന്ന ആ ഒരു ഈ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു റീല് നമ്മുടെ രേണുവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ആ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു. കൊല്ലം സുധിയെയും അതുപോലെ കൊല്ലം സുധിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില പ്രേക്ഷകർക്ക് രേണു അങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം കൊല്ലം സുധി മരിച്ചു എങ്കിൽ പോലും രേണു ആ ഒരു രീതിയിലൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ആ ഒരു സീൻ, ആ ഒരു പാട്ട് സീൻ അങ്ങനെയാണല്ലോ, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടും ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ആ ഒരു പാട്ടിന്റെ അതേ രീതിയിൽ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു റീല് അത്യാവശ്യം മില്യൺ കണക്കിന് ആൾക്കാർ കാണുകയും ഒരുപാട് ആൾക്കാർ അതിനെതിരായിട്ട് വിമർശനമൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ, പോസിറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചില ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കും അത് അഭിനയമാണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതിലിപ്പോ ആ കാണുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാനായിട്ട് കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇന്നത്തെ വിഷയം. അതിനുശേഷമാണ് നമ്മുടെ അതായത് രേണു ഒരു ഫോട്ടോഷൂട്ട്, അതായത് ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടും രേണു ഒന്ന് ചെറുതായിട്ടൊന്ന് എയറിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം പുള്ളിക്കാരി ഇങ്ങനെ സ്ഥിരം ഇൻസ്റ്റയില് നല്ല കിടിലൻ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിന്റെ താഴെയൊക്കെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ രേണുവിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവാണ്. അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് രേണുവിന്റെ ഇൻസ്റ്റയില് നമ്മുടെ കൊല്ലം സുധിയായിട്ടുള്ള, അതായത് മരിച്ചുപോയ രേണുവിന്റെ തന്നെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുധിയായിട്ടുള്ള ഒരു ബ്രൈഡൽ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല കിടിലനായിട്ടുണ്ട്. കാരണം പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധി മരിച്ചുന്നേ തോന്നുന്നില്ല. കാരണം ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും നല്ല ഒറിജിനാലിറ്റി. ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തത് ആരാണെങ്കിലും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ അങ്ങനെയുള്ള കല്യാണ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒറിജിനാലിറ്റി. അപ്പൊ ആ ഒരു ഫോട്ടോ ഇപ്പോ രേണു അവരുടെ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോഴത്തേക്കും എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഒരുപക്ഷെ അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അവർ എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചേനെ അല്ലെ. കാരണം അത്രത്തോളം ഭംഗി ആ ഒരു ഫോട്ടോയ്ക്കുണ്ട്. രണ്ടുപേരും നല്ല ഭംഗിയുണ്ട്. അദ്ദേഹം മരിച്ചെന്ന് ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നേ ഇല്ല. കാരണം അത്രത്തോളം ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പൊ അതിന് താഴെയും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിൽ പോസിറ്റീവ് കമന്റ് ഇടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ചേച്ചി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതേ രീതിയിൽ നല്ല ബോൾഡായിട്ട് മുന്നോട്ട് പോവുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് ആൾക്കാർ അതിനെ എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതിന് താഴെയും, അതായത് ഇവരുടെ ഈ ഒരു ബ്രൈഡൽ ഫോട്ടോയുടെ താഴെയും ചെന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് കമന്റുകളാണ് കേട്ടോ. എന്തോ ഇതിലും വലിയൊരു ദുരന്തം വരാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പൊ ഇതിനു മുന്നേ ഒക്കെ രേണു കുറെ റീൽസ് ചെയ്തു, പിന്നെ ബ്രൈഡൽ ഷൂട്ട് ചെയ്തു. അതുപോലെ എന്തോ ഒരു അടുത്തൊരു പരിപാടി വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്രയൊക്കെ ഞാൻ അവരെ വിമർശിച്ചിരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ, അതായത് ഒരു ഇതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുമായിട്ട് ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്തു. അതിന്റെ താഴെ ഇവർ കൊടുത്തിരുന്ന ഒരു ക്യാപ്ഷൻ, അതായത് കാണുന്ന ആൾക്കാരെ ഒന്ന് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ, ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരുന്നത്. പക്ഷെ അത് സത്യം അതൊന്നുമല്ല. അത് ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് അവരുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനെതിരായിട്ട് ഞാനും വിമർശിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും എനിക്ക് മാറ്റമൊന്നുമില്ല. കാരണം ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് ഫോട്ടോഷൂട്ട് ആണ് എന്നുള്ളത് കൊടുക്കായിരുന്നു. ഇത് അങ്ങനെ കൊടുക്കാതെ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു ക്യാപ്ഷനായിട്ട് തോന്നി. അതിനെതിരെ നമ്മളും വിമർശിച്ച് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അവര് കൊല്ലം സുധിയായിട്ടുള്ള ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ ഒരു വിഷമവും തോന്നി. കാരണം അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ദൈവം എന്താണോ വിധിച്ചിരിക്കുന്നത് അതുപോലെ വരത്തുള്ളൂ. എന്തായാലും രേണുവിന് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരിപ്പോ ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതാണ് അവരുടെ വരുമാനം. ആ ഒരു രീതിയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ആൾക്കാർ കുറച്ച് നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, റീച്ച് ആകുക, അല്ലെങ്കിൽ എന്താ പറയാ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കുക, അതൊരു
ബോറാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്നവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക. അതായത് ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട്, അത് ആ ഒരു രീതിയിലുള്ള ക്യാപ്ഷൻ കൊടുക്കാമായിരുന്നു. ഇത് കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ഒരു ക്യാപ്ഷനാണ് കൊടുത്തത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും.